സുഹൃത്തുക്കളെ, ഇപ്പോൾ നമ്മൾ നാഷണൽ ഹൈവേ 66 കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ പുതിയ റോഡിൻ്റെ പണി തുടങ്ങിയ സമയത്ത് അവസാന സമയത്ത് ഇപ്പോൾ അവകാശവാദങ്ങളുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ, ഇപ്പോൾ റോഡ് കൂരിയായിട്ട് തകർന്നു വീണപ്പോൾ അതുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ, അങ്ങനെയൊക്കെ നടക്കുകയാണ്. ഞാൻ പറയാൻ വന്നത് ആ കാര്യമൊന്നുമല്ല. നമ്മുടെ ഈ റോഡ്, നമ്മുടെ നാട്ടിൽ ഇത്ര മനോഹരമായ റോഡ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അപകടങ്ങളും അല്ലാതെ കൂടും. ഈ റോഡിൻ്റെ യഥാർത്ഥ ഗുണം കിട്ടില്ല, സ്പീഡിൽ പോകാൻ കഴിയില്ല. കാരണം ആളുകൾ വേണ്ട രീതിയിലുള്ള റോഡ് യൂസ് ചെയ്യുക, റോഡ് ബിഹേവിയേഴ്സ്, റോഡ് നിയമങ്ങൾ പാലിക്കുന്നതിലൊക്കെ നമ്മൾ വളരെ പുറകിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രോപ്പറായിട്ടുള്ളൊരു റോഡ് എഡ്യൂക്കേഷൻ ആളുകൾക്ക് കൊടുത്താൽ മാത്രമേ ആ ഒരു റോഡിൻ്റെ ഫലം ഉണ്ടാവുള്ളൂ എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഇപ്പോൾ ഏറ്റവും ബേസിക് ആയിട്ട് വേണ്ടത്, നമ്മൾ ഈ 3 ലൈനുകൾ ഉണ്ടാക്കിയിട്ടുള്ളത്, 3 നിരകളാക്കി ഉണ്ടാക്കിയിട്ടുള്ളത്, ഈ കാണിക്കുന്ന വരയുടെ വര ഇങ്ങനെ നടുക്കലാക്കിയിട്ട് 2 സൈഡിലും ടയറിട്ട് പോകാനുള്ളതല്ല ഇത്. ഇത് ഈ 2 വരകളുടെ ഇടയിലാണ് നമ്മൾ ഓരോരുത്തരും പോകേണ്ടത്. അങ്ങനത്തെ 3 ലൈനുകളാണ് ഇത് എന്നുള്ളത് ആളുകൾ ആദ്യം എഡ്യൂക്കേറ്റ് ചെയ്യണം. എന്നിട്ട് ഒരു ലൈനിൽ നിന്ന് മറ്റൊരു ലൈനിൽ കടക്കുമ്പോൾ അതുപോലെ ഇൻഡിക്കേറ്റർ ഇട്ട് വേണം കടക്കാനെന്നും, തിരിച്ച് ഈ ലൈനിൽ നിന്ന് മറ്റേ ലൈനിലേക്ക് കടക്കുകയാണെങ്കിൽ ഇതുപോലെ ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് വേണം കടക്കാനും എന്നുള്ളതൊക്കെ ആളുകൾ പഠിപ്പിച്ചു കൊടുക്കുന്നത്. ബേസിക്കായിട്ട് ഇത്രയും എഡ്യൂക്കേഷൻ ഉണ്ടെങ്കിൽ തന്നെയാണ് ഈ റോഡ് ഇതിൻ്റെ യഥാർത്ഥ അർത്ഥത്തിൽ ഉപയോഗിക്കാൻ കഴിയുള്ളൂ. കാരണം ഇന്ന് രാവിലെ ഞാൻ ചങ്ങരംകുളത്ത് നിന്ന് കോഴിക്കോട് എത്തുന്നത് വരെ ഈ ഹൈവേയിൽ കയറിയ ശേഷം 3 സ്ഥലത്ത് വാഹനങ്ങൾ അപകടത്തിൽപ്പെട്ട് കിടക്കുന്ന കേട്ടോ. റോഡിൻ്റെ പണി പൂർത്തിയായിട്ടില്ല, പൂർണ്ണ സജ്ജമായിട്ട് ട്രാഫിക് തുടങ്ങിയിട്ടില്ല, ആ സമയത്താണ് അങ്ങനെയുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബേസിക് എഡ്യൂക്കേഷൻ കൊടുത്താൽ മാത്രമേ ഇതുകൊണ്ട് ഗുണം ഉണ്ടാവുള്ളൂ എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം.